ആദർശ് ഞാനോട് പറയുന്നുണ്ട്, കമ്പനിയിലേക്ക് പുതിയതായിട്ടൊരു ഡിസൈൻ വേണം, നീ വേണത് വരയ്ക്കാൻ. ഞാൻ അഭിയോടും പവിത്രോടും പറഞ്ഞിട്ടുണ്ട്, മോഡേൺ ആയിട്ടുള്ള ഡിസൈൻസ് ആണ്, നീ മോഡേൺ ഡിസൈൻസ് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവരോട് കൂടി പറഞ്ഞത്. അവരാകുമ്പം അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, പിന്നെ നിന്റെ കഴിവനുസരിച്ച് നീ ചെയ്യേ, അവർ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. ശരി ആദർശേട്ടാ, ഞാനും ട്രൈ ചെയ്യാമെന്ന് പറയണം. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല എല്ലാ തവണയും നിന്റെ ഡിസൈനാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, അതൊക്കെ നിനക്കൊരു പഴയകാല ഡിസൈൻസിന് ടച്ച് ഉണ്ട്, ഒരു ട്രഡീഷണൽ ആർട്ടിൻ്റെ ടച്ച് ഉണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നവരെ തീർത്തും മോഡേൺ ആയിട്ടുള്ള ടച്ച് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോഡേൺ ആയിട്ടുള്ള ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻസ് ആണ് നമ്മൾ നോക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദർശിട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ എന്ന് ആദർശം പറയാണ്. അങ്ങനെ നൈറ്റിൽ പുറത്തു വന്നിരുന്ന് നയന പഴയതുപോലെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അങ്ങോട്ടേക്ക് അബിയും ജലജയും വരുന്നുണ്ട്. എന്നിട്ട് അബി ജലജയോട് പറയാണ്, അമ്മേ ഇത്തവണയെങ്കിലും എനിക്ക് ജയിക്കണം, അതിന് എന്നെ അമ്മ സഹായിച്ചേ പറ്റുള്ളൂ. കഴിഞ്ഞ 2 പ്രാവശ്യവും വരച്ചിട്ടും ഞാൻ ഫെയിലായി പോയത് അമ്മ കണ്ടതല്ലേ, ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ അങ്ങനെ ഉണ്ടായപ്പോൾ ഞാൻ ജീവിച്ചു തന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അവളെ ഹെഡ് ഡിസൈനർ ആക്കാമെന്നൊരു പ്ലാനിങ് ഒക്കെ മുത്തശ്ശൻ്റെ മനസ്സിലുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ചങ്ക് തകർന്നു പോയി. അതുകൊണ്ട് അമ്മേനെ സഹായിക്കണം, ഈ ഡിസൈനിൽ ഇവള് വരയ്ക്കാൻ പാടില്ല, വരച്ചാൽ അത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയാണ്. നാളെ അവരെ കാണിക്കേണ്ടത് എൻ്റെയും പവിത്രയുടെയും ഡിസൈൻസ് ആയിരിക്കണം, ആ ഡിസൈൻസ് ഉള്ള അക്സെപ്റ്റ് ചെയ്യാനും എന്ന് പറയാണ്. അത് ഉറപ്പായിട്ട് സംഭവിക്കും, നീ വിഷമിക്കേണ്ട എന്ന് പറയാണ്. അവ പറയാണ്, അന്നും ഇതുപോലെ തന്നെയായിരുന്നു, ഞാനും പവിത്രയുമൊക്കെ അതുപോലെ പരിശ്രമിച്ച് ഡിസൈൻ കുറേ എണ്ണം വരച്ചതാ, പക്ഷേ അതൊക്കെ വന്ന കസ്റ്റമേഴ്സിന് ഒട്ടും ഇഷ്ടമായില്ല. പക്ഷേ ആദർശം ഞങ്ങൾ ഡിസൈൻ ഇഷ്ടമായത്, ഞാൻ ഡിസൈൻ അവന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷെ വന്ന കസ്റ്റമറിനെ അവളുടെ ഡിസൈൻ എടുത്ത് കാണിച്ചു, അപ്പോഴേക്കും അവർക്ക് ആ ഡിസൈൻ വലുതായിട്ടാണ് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടാവരുത്, ഞങ്ങളുടെ ഡിസൈൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് അവർ പോയാലും സാരമില്ല, അവളുടെ ഡിസൈൻ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല, അവളുടെ ഡിസൈൻ അക്സെപ്റ്റ് ചെയ്താൽ ഇനി ഞാൻ അവളുടെ കീഴിലേക്ക് പോകേണ്ടി വരും. മിക്കവാറും ഇത്തവണത്തോട് കൂടിയിട്ട് മൂർത്തീസ് ജ്വല്ലറിയുടെ ഹെഡ് ഡിസൈനറായിട്ട് അവൾ അപ്പോയിൻമെൻറ്റ് ചെയ്യും, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവില്ലെന്ന് പറയുന്നുണ്ട്. ജലജ പറയാണ്, എൻ്റെ മോൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഉറപ്പായിട്ടും അവൾ ഇതിൽ ജയിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന വരെയെല്ലാം കഴിഞ്ഞിട്ട് അവളുടെ കബോർഡിനുള്ളിൽ കൊണ്ടുപോയി ഇതൊക്കെ വെച്ചിട്ട് അവൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കബോർഡിനുള്ളിൽ വെക്കുന്നതൊക്കെ വരുന്ന കാണുന്നുണ്ട് കേട്ടോ. വന്നിട്ട് കഥയൊക്കെ ലോക്ക് ചെയ്ത് തന്നെയാണ് കിടന്നുറങ്ങുന്നതും. അങ്ങനെ അമ്മ എങ്ങനെ എടുക്കുക, ഇനിയിപ്പോൾ ഒരു രാവിലെ ഡോറ് തുറക്കുള്ളൂ എന്ന് പറയുമ്പം, രാവിലെ തുറന്നാൽ മതിയടാ, നീ സമാധാനപ്പെട്ട്, 9 മണിയാകുമ്പോഴല്ലേ ഓഫീസിൽ പോന്നേ, അതിന് മുമ്പായിട്ട് ആ സാധനം നിനക്ക് എടുത്തു തന്നിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും കിടന്നുറങ്ങുന്നുണ്ട്. ശേഷം ആദർശും നയനയും ആദർശും രാവിലെ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അബിയും ജലജയും അവർ പോയി മുറിയിൽ, അവരും അവരുടെ മുറിയിൽ പോയി കിടക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ നയന പതിവ് പോലെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിലേക്കൊക്കെ പോകുന്നുണ്ട്. ആദർശമാണെങ്കിൽ ഫ്രഷപ്പൊക്കെ ആയിട്ട് ജോഗിങ്ങിനൊക്കെ ആയിട്ട് ആദർശം പോകുന്നുണ്ട്. അങ്ങനെ അവരുടെ മുറിയിലൊക്കെ അല്ലല്ലോ, അവരുടെ മുറിയിലും ആരുമില്ല. ഈ സമയം നോക്കിയിട്ട് അബിയും ജലജയും കൂടിയിട്ട് മുറിയിലേക്ക് പോകുന്നുണ്ട്. മുറിയിലേക്ക് പോയതിന് ശേഷം ആ ഡിസൈൻ അവരിങ്ങനെ എടുത്ത് നോക്കിയിട്ട്, എൻ്റെ അമ്മേ ഇത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്ന സൈസ് ഡിസൈന്, മോഡലായിട്ടൊന്നും ഇവർക്ക് അറിയില്ലെന്ന് ഓർത്താണ് ഞാൻ ഇരുന്നത്, പക്ഷേ ഞാനും പവിത്രയൊക്കെ വരച്ചതിനെക്കാട്ടിലും 100 ഇരട്ടി ബെറ്റർ ആയത്, ഇത് കണ്ട അപ്പം തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അബി പറയാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല, അതുകൊണ്ട് നമുക്കിതിപ്പോൾ തന്നെ കൊണ്ടുപോയി കത്തിച്ച് കളയാമെന്ന് പറയാൻ കേട്ടോ. ശരിയടാ, ഇനി എന്തായാലും ആദർശ് പോകുന്നതിന് മുമ്പ് അവർക്ക് വരയ്ക്കാൻ സാധിക്കില്ല, നമുക്കിത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ജലജയും അവയും കൂടി ആ ഡിസൈൻസൊക്കെ എടുത്തുകൊണ്ട് നേരെ അവരുടെ മുറിയിലേക്ക് പോയിട്ട് ലാമ്പ് കൊണ്ടത് കത്തിച്ച് അവരത് കളയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആദർശ് എന്നോട് ചോദിക്കുകയാണ്, ഡിസൈൻസൊക്കെ റെഡിയല്ലേ നയന, ഞാൻ പോകാൻ ഇറങ്ങാമെന്ന് പറയുമ്പം എല്ലാം റെഡിയാണെന്ന് ആദർശേട്ടാന്ന് പറഞ്ഞിട്ട് അവൾ കബോർഡിലേക്ക് നോക്കുമ്പോൾ, അയ്യോ ആദർശേട്ടാ ഇവിടെ വെച്ചിരുന്ന ഡിസൈൻസ് എന്തെന്ന് ചോദിക്കുകയാണ്. എന്നോടാണോ ചോദിക്കുന്നത്, നീ അല്ലേ വരച്ചിട്ടുകൊണ്ട് വെച്ചത്, അപ്പോൾ നിനക്കല്ലേ അറിയാമെന്ന് ചോദിക്കുമ്പോൾ, അല്ല ആദർശേട്ടാ ഞാൻ വരച്ചിട്ട് ഇവിടെ തന്നെ ഡിസൈൻ കൊണ്ട് വെച്ചേ, അതിപ്പോൾ കാണുന്നില്ലെന്ന് പറയുന്നുണ്ട്, നീ അവിടെ തന്നെയാണ് വെച്ചതെന്ന് നോക്ക്, ഒന്നുകൂടി മൊത്തം തപ്പി നോക്ക്, സമയം എന്താണെന്ന് അറിയാമോ നയനാന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് നയന അവിടെ മൊത്തം തപ്പാണ്. അപ്പോഴേക്കും ആദർശം തപ്പാൻ കൂടുന്നുണ്ട്. നീ ഇതെവിടെ കൊണ്ടാണ് വെച്ചതെന്ന് ചോദിക്കാൻ കേട്ടോ. സത്യമായിട്ട് ആദർശമായിട്ടാണ് ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചതെന്ന് നയന പറയുന്നുണ്ട്. എന്നിട്ട് ആദർശം കൂടി കുറേ നേരം തപ്പിയിട്ട് പറയുന്നുണ്ട്, സാരമില്ല, ഇനി എന്തായാലും അബിയും പവിത്രയൊക്കെ ഡിസൈൻ വരയ്ക്കുന്നുണ്ടല്ലോ, ഇതൊരു മോഡേൺ ഡിസൈൻ എന്നാണ് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് അവരുടെ ഡിസൈൻ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും, എന്നാൽ ശരി നീ അതോർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആദർശ് പോവാണ്. നയനയ്ക്കാണെങ്കിൽ ആകെപ്പാടെ സങ്കടം കേട്ടോ. ഇതെങ്കിലും എങ്ങനെ മിസ്സായെന്ന് ഓർത്ത് നയന സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, നീ കമ്പനിയിലേക്ക് ഒന്ന് വരണം, ക്ലയൻറ്റ്സ് വരാൻ നേരത്തെന്ന് പറയാണ്. അതെന്തിനും ആദർശിട്ടാന്ന് പറയുമ്പോൾ, അതൊക്കെ ഉണ്ട്, നീ ഒന്ന് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. കാരണം പലതവണയായിട്ട് നീ വരയ്ക്കുന്ന ഡിസൈൻസൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് നീ വന്നാൽ കൊള്ളായിരിക്കും, നിൻ്റെ ഒരു പ്രസൻസ് അവിടെ നല്ലതാണെന്ന് പറയുമ്പം, ശരി ആദർശേട്ടാ ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കിയിട്ട് അങ്ങോട്ടേക്ക് എത്തിയേക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജലജ അബിയോട് പറയുകയാണ്, മോനെ ബെസ്റ്റ് വിഷസ്, നിൻ്റെ ഡിസൈൻ തന്നെ ഇന്ന് അപ്രൂവ് ചെയ്യാൻ പോവാണ്, നീ കണ്ടോ, ആ നയന ഇന്ന് 8 നില പൊട്ടുന്ന ദിവസമാണെന്നൊക്കെ
പറയാണ്. അങ്ങനെ ആദർശ് അബിയോട് ചോദിക്കുന്നുണ്ട് റെഡിയാണോ ചോദിക്കുമ്പോൾ ആ റെഡി ആയിട്ടാ പോവാന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ഒരുമിച്ച് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കമ്പനിയിലേക്ക് ചെന്നിട്ട് പവിത്രയുടെ അവയുടെയൊക്കെ ഡിസൈൻ നോക്കിയിട്ട് ആദർശ് പറയാണ് ഇത് കൊള്ളാം, ഇത് നല്ല ബെറ്റർ ആയിട്ടുണ്ട്, ഈ 2 ഡിസൈനും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇനി ക്ലയൻറ്റിനൂടെ ഇത് ഇഷ്ടപ്പെട്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അബി ഇഷ്ടപ്പെടും ആദർശിട്ട് വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ക്ലയൻസ് വരാൻ സമയമാകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നയന വരികയാണ്. അപ്പോഴേക്കും അബി മനസ്സിൽ കരുതാണ് ഈ നാശമേന്ദ്ര ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത്, ഇനി ഇവിടെ വന്ന് അവൾ എന്തെങ്കിലും കുളവാക്കുമോ, അവൾ അവിടെ എന്തെങ്കിലും വരച്ചോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ജലജ വിളിച്ച് ചോദിക്കുന്നുണ്ട് അമ്മേ അവൾ അവിടെ വെച്ചുള്ള ഡിസൈൻ വരച്ചോന്ന് ചോദിക്കുമ്പോൾ ഇല്ലടാ, ഓഫീസിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ധൃതി വെച്ച് ജോലി തീർക്കായിരുന്നു, ജോലിയും തീർത്തിട്ട് അവൾ പോയി കുളിച്ചിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, എന്നാലും വരയ്ക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സമാധാനമായി അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, ഞാനൊന്ന് പേടിച്ചെന്ന് പറയുമ്പോൾ നീ പേടിക്കണ്ട, എല്ലാം നമ്മുടെ വശത്താണ് എന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ ക്ലയൻസ് ഒക്കെ വരുന്നുണ്ട്, ക്ലയൻസ് എല്ലാവരും വന്നിരിക്കുന്നുണ്ട്. നയന ആദർശിന് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അബിയും പവിത്രയും അവരുടെ ഡിസൈൻസ് ഒക്കെ പ്രസൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഈ ഡിസൈൻസ് ഒക്കെ കൊള്ളാം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞങ്ങൾ ഇതിലും മികച്ചതാണ് പ്രതീക്ഷിച്ചത്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വേണമായിരുന്നു, മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടികളെ അവരെ ഇമ്പ്രസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് വേണം, അത് തപ്പിയേ ഞങ്ങൾ ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്. എന്നിട്ടൊരു നയന നോക്കിയിട്ട് ചോദിക്കുകയാണ് ഡിസൈനർ നയന ഇപ്രാവശ്യം ഡിസൈനൊന്നും വരച്ചില്ലേ, നിങ്ങളുടെ ഡിസൈനിൽ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു പറയുമ്പം നയന ആദർശം ഇങ്ങനെയൊന്ന് ദയനീയ ഭാവത്തിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയാണ് തീർച്ചയായിട്ടും നയന വരച്ച ഡിസൈന് എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ട് അവൻ്റെ ലാപ്ടോപ്പിലെ 2 ഡിസൈൻ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട് അടിപൊളിയാണല്ലോ, ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ കാണിച്ചത്, ഇത് സൂപ്പറായിട്ടുണ്ട്, ഇത് ഉറപ്പായിട്ടും ഡിസൈനർ നയന തന്നെ വരച്ചതായിരിക്കും, അത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്, നയനയല്ലാതെ ഇത് മറ്റാർക്കും വരയ്ക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് അവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അപ്പോഴേക്കും അബി ഓർക്കാണ് ഈശ്വര ഈ ഡിസൈനല്ലേ ഞാൻ കീറിക്കളഞ്ഞത്, പിന്നെ എങ്ങനെ ആദർശ് ഈ ഡിസൈൻ ഇവിടെ കാണിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ ഡിസൈനൊക്കെ അപ്രൂവ് ചെയ്തിട്ട് അവരുടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയന ആദർശോട് ചോദിക്കുകയാണ്, അപ്പോൾ അബിയും പവിത്രം ഉണ്ടായിരിക്കും കേട്ടോ. ആദർശേട്ടാ ഈ ഡിസൈൻ ആദർശേട്ടൻ എപ്പോഴാണ് കണ്ടേ, ഇതെങ്ങനെ ആദർശേട്ടന് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. രാവിലെ നീ കുളിക്കാൻ പോയപ്പം ജസ്റ്റ് ഞാനൊന്ന് പോയി നോക്കിയതാണ്, നിൻ്റെ വരച്ച ഡിസൈനൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് ഞാൻ ആ 2 പിക്ചറും ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു, പക്ഷേ അത് മാറ്റണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്, എന്നിട്ട് നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ അതിനുശേഷം ഞാൻ ഫോട്ടോ എല്ലാം എടുത്തിട്ട് താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വന്നപ്പോഴേക്കും ആ പേപ്പർ അവിടെ നിന്ന് കണ്ടില്ല, ഞാനോർത്തിന് നീ മാറ്റി വെച്ച് കാണുമെന്ന്. ശരി, എൻ്റെ പ്ലാനിങ് ചീറ്റിപ്പോയെന്ന് കരുതി ഞാൻ വന്നതാ, അപ്പോഴാണ് നീ പറയുന്നു ആ ഫോട്ടോ കാണാനില്ല എന്ന് പറഞ്ഞ് നിൻ്റെ വിഷമം കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി, എന്തായാലും നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്, നിൻ്റെ ഡിസൈൻ എന്തായാലും ഉറപ്പായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് ആദർശ് പറയുന്നുണ്ട്. എങ്കിലും ആദർശിട്ടാ ആ പേപ്പർ എവിടെ പോയെന്ന് ചോദിക്കുകയാണ്. നീ അതെവിടെയെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടായിരിക്കും, അതായിരിക്കും സംഭവിച്ചിരിക്കുക. അപ്പോഴേക്കും നയന പറയണ അല്ലല്ല ആദർശിട്ടല്ലേ ലാസ്റ്റ് എടുത്ത്, അപ്പോൾ ആദർശിട്ട് തന്നെ മറന്ന് എവിടെയെങ്കിലും വെച്ചതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി എന്തായാലും ഒരു കിലോ നമ്മുടെ കയ്യിൽ കിട്ടുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് നയനെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. അബിയാണെങ്കിൽ ഇത് തകർന്നു പോയല്ലോ ഈശ്വര എന്ന് ഓർത്ത് അവിടെ തകർന്ന് തരിപ്പണമായിട്ടിരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ അബിയുടെ പ്ലാനിങ് എല്ലാം ആദർശ് തവിട് പൊടിയാക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വരാനിരിക്കുന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.